ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. രാവിലെ എണീറ്റപ്പോൾ തോന്നി ഒരു വീഡിയോ എടുത്തേക്കാം എന്നുള്ളത്. ഇതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നൊന്നും എന്നോട് ചോദിക്കരുത്, ബിക്കോസ് ഇതൊരു റാൻഡം വീഡിയോ ആണ്. വെറുതെ രാവിലെ എണീറ്റപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. ആൻഡ് ലൈക്ക് ഇപ്പോൾ ഇനി ഈ സബ്ജക്റ്റിൽ ഞാനൊരു 3 to 4 days കൂടെ നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പെർമനൻറ്റ് അക്കോമഡേഷനിലേക്ക് മാറുവാണ്. സോ അപ്പം ഞാൻ കരുതി ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഇവിടെ ഉള്ളൂ, അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തേക്കാം എന്നുള്ളത്. ആൻഡ് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് ഈ വീഡിയോയിൽ കണ്ടന്റ് എന്നുള്ളത്. ആൻഡ് ഇനിയിപ്പം എന്താണ് നമുക്ക് നോക്കാം. ആൻഡ് എന്താണ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഈ ഒരു എന്താണ് വിൻഡോസൊക്കെ. ഇവിടെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല രസമാണ് കാണാൻ. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുള്ള ദിവസമാണ്, പക്ഷേ എന്നാലും ഞാനിവിടെ വിൻഡോ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൻഡ് നിങ്ങൾ ബാക്ക് അവിടെ ആ സൈഡിൽ ഒരു പാർക്ക് പോലെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലൈക്ക് ആ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് യൂറോഗ്രസ് ആണ് ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു പാർക്കാണ് യൂറോഗ്രസ് പാർക്ക്. അപ്പോൾ കൃത്യം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്നത്. കറക്റ്റ് സിറ്റി സെൻറ്ററിൽ, ആഹൻ സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പോകാനാണെങ്കിലും എല്ലാത്തിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. അപ്പം എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം 1 month ആകാറായി. 30th ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം ഇന്നിപ്പം ഇനി വീഡിയോ എടുക്കുന്നത് 27th ആണ്, സൺഡേ ആണ്. പിന്നെ പൊതുവേ സൺഡേ എന്ന് പറയുമ്പോൾ ജർമ്മനിയിൽ ടോട്ടലി ആകപ്പാട് ഇങ്ങനെ എന്താണ് ഡാർക്കാണ്. ആകെ അധികം ആൾക്കാരൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. പിന്നെ കാറൊക്കെ ഇങ്ങനെ പോകും, ബട്ട് എന്നാലും നമുക്കധികം ആൾക്കാർ റോഡിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അധികം ലൈവല്ല സൺഡേ പൊതുവെ ജർമ്മനിയിൽ. പക്ഷെ ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ നൈസാണ്. ലൈക്ക് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആൻഡ് ലൈക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ വർക്ക് ആൻഡ് എല്ലാം നമ്മുടെ ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ജർമ്മനി. പക്ഷെ എന്നെ പോലെ മാസ്റ്റേഴ്സും അതായത് പഠിക്കാനൊക്കെ വരുന്ന സ്റ്റുഡൻസിന് കുറച്ച് ടാസ്ക് ആയിരിക്കും. കാര്യം നമ്മൾ നാട്ടിൽ എന്താണ് എന്തൊക്കെ പറയുക, നമ്മൾ നാട്ടിൽ അത്യാവശ്യം സൺഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ചില്ല് ചെയ്ത് നിന്നിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് ഒരു കുറച്ച് സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. ബട്ട് എന്നാലും എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. ആൻഡ് ഇപ്പം നല്ല തണുപ്പുണ്ട്. ഞാൻ ഒരു ആവേശം കൊണ്ട് ജനൽ തുറന്നിട്ടതാണ്, അപ്പം അടച്ച് ഇടാം. അതാണ് അതിൻ്റെ ഒരു നല്ലതെന്ന് തോന്നി. ആൻഡ് ഇനിയിപ്പം ഞാൻ മോർണിംഗ് സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് സ്കിൻ കെയർ ചെയ്യണം. ഫേസ് വാഷൊക്കെ ഇട്ട് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആൻഡ് അത്യാവശ്യം സബ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മിററിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഐ മീൻ ഓൾറെഡി ആൾക്കാർ യൂസ് ചെയ്തതല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ ലൈക്ക് നമുക്ക് ആ ഒരു എഫക്റ്റിൽ വീഡിയോ കിട്ടില്ല ഉദ്ദേശിച്ച രീതിയിൽ. നിങ്ങൾ എന്തായാലും ഒന്ന് ഇഗ്നോർ ചെയ്യുക, എനിക്കത്രേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. ആൻഡ് ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. ലൈക്ക് ഒരു ചെറിയൊരു കബോർഡ് സിസ്റ്റം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എന്താണ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. ഇതൊക്കെ ഇനിയിപ്പം ഈ ഒരു സൗകര്യമൊക്കെ ഈ ഒരു മാസം കൂടിയുള്ള, ബിക്കോസ് നെക്സ്റ്റ് മന്ത് നമുക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. അപ്പോൾ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 6 monthsലേക്കേ ഉള്ളൂ. അത് ഞാൻ വേറെ ബെറ്റർ സൊല്യൂഷൻ നോക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഒരു കൈ കൊണ്ട് ആണ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ ഫേസ് വാഷൊക്കെ മുഖത്ത് വെച്ച് നോർമലി ഇങ്ങനെ ചെയ്യാറില്ല.
ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷാണ്. അധികം അങ്ങനെ ഫോമായിട്ട് അങ്ങനെ വരില്ല. ലൈക്ക് ഇനിഷ്യലി ഞാൻ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ആദ്യം പറ്റാനുണ്ടായിരുന്നില്ല. ബട്ട് എനിക്കിപ്പോൾ ഓക്കെയാണ് ഇതിൻ്റെ സ്മെല്ല്. വലിയ സീനൊന്നുമില്ല, കുഴപ്പമില്ല ഇതിൻ്റെ സ്മെല്ല്. ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. നമ്മൾ എന്താണ് മുഖമൊക്കെ കഴുകി ദെൻ ബാക്കി സ്കിൻ കെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങോട്ട് വരണോ ഞാനാണെങ്കിൽ പുറത്തേക്ക് പോകണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് അസൈൻമെൻറ്റ് ഡിസ്കഷനൊക്കെ ഉണ്ട്. അപ്പോൾ സോ നമുക്ക് നോക്കാം. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ പ്ലമ്മിൻ്റെ ടോണറാണ്. പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും. അതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകാൻ നേരത്ത് എന്താണ് പ്ലമ്മിൻ്റെ വേറെ നിയാസിനമൈഡിൻ്റെ ടോണറൊക്കെ വാങ്ങിച്ചതാണ്. ബട്ട് ഇതുവരെ തീരാത്തത് കൊണ്ട് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോഴും റോസ് വാട്ടർ ടോണർ തന്നെയാണ്. എനിക്ക് ടോണറുടെ അത്യാവശ്യം നല്ല യൂസായിട്ടുള്ളൊരു സാധനമാണ്. നല്ല യൂസ് ഉണ്ട്. ഐ മീൻ നമുക്ക് എന്താണ് ഒന്നാമതിപ്പോൾ ഇവിടെ ഒരു ഫോൾ സീസൺ കഴിയാറായി. വിൻ്റർ സ്റ്റാർട്ടായിട്ടില്ല. ബട്ട് എന്നാലും ഒരു ചെറിയ ഒരു എന്താണ് പോലെയാണ്. ലൈക്ക് ഒരു ഏകദേശം അതിൻ്റെ ഒരു ചെറിയൊരു ക്ലൈമറ്റൊക്കെ ആയി വരുന്നുണ്ട്. ജാനുവരിയിലാണ് ഇവിടെ ആഹനിൽ വിൻ്റർ വരിക മെയിനായിട്ട്. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇടണം. ടോണർ ഇട്ട് കഴിഞ്ഞ് ഏകദേശം നോർമലി ശരിക്കും ടോണർ ഇടുക കറക്റ്റ് രീതിയിൽ പറഞ്ഞാൽ എന്താണ് നമ്മളിങ്ങനെ കോട്ടൺ പാഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താണ് ഇടാറ്. ബട്ട് എനിക്കിപ്പം ഇപ്പം അങ്ങനെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇടുവാണ്. സോ നമുക്കിനി മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്. നോക്കാം. ആൻഡ് VLCCയുടെ മോയ്സ്ചറൈസറാണ്. ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസറാണിത്. നല്ല മോയ്സ്ചറൈസറാണ്, ലൈറ്റ് മോയ്സ്ചറൈസറാണ്. ബട്ട് എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റിന് എനിക്ക് ഓക്കെയാണ്. ബട്ട് ഇനി ഹെവി വിൻ്റർ വരുമ്പം എത്രത്തോളം സ്യൂട്ടാവും എന്നറിയില്ല. അപ്പോൾ ഇവിടുത്തെ മോയ്സ്ചറൈസർ തന്നെ വാങ്ങേണ്ടി വരും. സോ ഇപ്പോൾ എനിക്ക് എന്തായാലും ഇവിടുത്തെ ഈ മോയ്സ്ചറൈസർ ഓക്കെയാണ്. എന്തായാലും ഇപ്പം മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം റിംഗ് ലൈറ്റ് ഒന്നും കൊണ്ടുവന്നില്ല. ബിക്കോസ് വെയിറ്റ് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ സോ ഇങ്ങനെയൊക്കെ കൈവച്ചൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. ഒരു അധികം ഒരു ലൈക്ക് ഓയിലി ഗ്രേസി ഫീലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഒരു ഇത് ഒന്നാമതൊരു ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഈ മോയ്സ്ചറൈസർ ഒക്കെയാണ്. സോ വലിയ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. ആൻഡ് കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താണ് വാട്ട് നെക്സ്റ്റ് ലിപ് ബാം ഇടണം. സോ ഇത് എന്താണ് റണി കോസ്മെറ്റിക്സിൻ്റെ ഒരു അടിപൊളി ലിപ് ബാമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കൂ, നല്ല രസമാണ്. ഒരു സ്നോബോൾ സെറ്റപ്പാണ്. ഇതിങ്ങനെ റിമൂവ് ചെയ്യുക, മൂവ് ചെയ്യുക, എന്നിട്ട് നമുക്കിത് ലിപ് ബാം ഇടാം. എന്താണ് ലൈറ്റ് ഒരു റോസി പിങ്കി ഷെയ്ഡാണ് വരുന്നത്. ബട്ട് എന്നാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ് ബാം വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു ലിപ് ബാമാണിത്. നല്ല എന്താ പറയുക, ഇതുവരെ എൻ്റെ ലിപ്സിനൊന്നും പറ്റിയിട്ടില്ല.
അറൗണ്ട് ഒരു 1 month ആവാറായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ലൈക്ക് നാട്ടിൽ നിൽക്കുമ്പം ലിപ് ബാംസ് യൂസ് ചെയ്യുമായിരുന്നു, ബട്ട് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് മിക്ക ലിപ് ബാമും ഒരു വാക്സി ഫീലായിരുന്നു തോന്നിയിരുന്നത്. അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ഈ റാണി കോസ്മെറ്റിക്സിൻ്റെ ലിപ് ബാം ഇങ്ങോട്ട് വരുന്നതിന് 2 days മുമ്പാണ് കിട്ടിയത്, എനിക്ക് ഓൺലൈൻ വാങ്ങിച്ച് കിട്ടിയത്. അപ്പം ഞാൻ കരുതി ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാമെന്ന്. ബട്ട് എനിവേ നല്ല നല്ല യൂസുള്ള ലിപ് ബാം തന്നെയാണ്. ഇനി എത്ര നാൾ നിൽക്കും എന്നൊന്നും അറിയില്ല, ബിക്കോസ് ഒരു സ്നോബോൾ സെറ്റപ്പിലാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ. അപ്പോൾ നല്ല യൂസ് തന്നെയാണ് ലിപ് ബാമിനും. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ആൻഡ് എന്താണ് പിന്നെ ഞാൻ ഇപ്പം ഇവിടെ ഇന്നിപ്പോൾ പുറത്ത് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. ബിക്കോസ് ഞങ്ങൾക്കൊരു ചെറിയൊരു പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അസൈൻമെൻറ്റ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എത്രത്തോളം നടക്കും എന്നൊന്നും അറിയില്ല, ബിക്കോസ് എല്ലാവരും ബിസിയാണ്. ലൈക്ക് ചില കമ്പൈൻഡ് ആയിട്ട് ചെയ്യേണ്ട ചില ഗ്രൂപ്പ് വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളവരുടെയും കൂടെ അവൈലബിലിറ്റി നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അറിഞ്ഞൂടാ. അപ്പം നമുക്ക് അതുവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് നമുക്കിനിയിപ്പം 12 മണിയായി ഇവിടുത്തെ. അപ്പം ലഞ്ച് കഴിക്കാനെന്നുള്ളൊരു ചോറ് കഴിക്കാനെന്നുള്ളൊരു മൂഡില്ല, വെക്കാനും തോന്നുന്നില്ല. സോ കരുതി ഒരു ബ്രെഡ് ഓംലെറ്റ് ആക്കാമെന്ന് കരുതി. ബ്രെഡ് ഇരിപ്പുണ്ട്, മുട്ടയും ഉണ്ട്. സോ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ബ്രെഡ് ഓംലെറ്റ് സെറ്റപ്പ് ചെയ്യാമെന്ന് കരുതി. ഈ റൂമിൽ തന്നെ ഒരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, ലൈക്ക് നമ്മുടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ പോലെ. എന്താണെന്നറിയില്ല, എനിക്ക് അപ്പാർട്ട്മെന്റ് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഒരാൾക്ക് അടിപൊളിയാണ് ഇവിടെ നിൽക്കാൻ. ബട്ട് ഈ മന്ത് കൂടെ ഉള്ളൂ എന്നാലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. ബിക്കോസ് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തും ഇത് ഷെയറിങ് റൂമാണ്. അപ്പം ഇപ്പോഴും ഷെയറിങ് റൂം തന്നെയാണ്. ബട്ട് ആൾക്കാരുടെ എണ്ണം കൂടുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. സോ എന്താണ് ഞാനിങ്ങനെ ഒണിയൻ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ഒണിയൻ പോലെ അല്ല, ലൈക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു കളറാണ്. നാട്ടിലെ ഒണിയൻ പോലെയും ഉണ്ട്, ആ ഒരു ടെക്സ്റ്റൈലുള്ള ഒണിയൻ ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് പ്രശ്നം എന്താ എന്ന് വെച്ചാൽ അതിൻ്റെ ലൈക്ക് കുക്ക് ചെയ്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. നമുക്കിവിടെ അത്രയും ടൈം ഇല്ല. സോ ഈ ഒണിയൻ ആകുമ്പോൾ പെട്ടെന്ന് കുക്ക്ഡായി കിട്ടും. ബട്ട് എന്നാലും നമ്മുടെ നാട്ടിലെ ഒണിയൻ്റെ ഇത്ര ഒരു പെട്ടെന്ന് വരില്ല കമ്പയർ ചെയ്യുമ്പോൾ. ബിക്കോസ് ഇവിടെ തണുപ്പായതുകൊണ്ട് സാധനങ്ങൾ കുക്ക് ചെയ്ത് വരാൻ നല്ല രീതിയിൽ ടൈം എടുക്കും. സോ പുറത്ത് ഇതുപോലെ കോൾഡ് കൺട്രീസിൽ പോകുന്നവർ എനിവേ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ വൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അയ്യോ മിസ്സായി പോയല്ലോ, കൊണ്ടുവരാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ച് എന്താ പറയുക, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ നമുക്കൊരു തട്ടിക്കുട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. ഞാനിങ്ങനെ വീഡിയോയിലും കൂടെ സംസാരിക്കുന്നതും കൂടെ കൊണ്ടാണ് ഇങ്ങനെ പതിയെ ചെയ്യുന്നത്. ബിക്കോസ് സ്പീഡ് ചെയ്യാൻ രണ്ടും കൂടെ അറ്റ് എ ടൈം ചെയ്യുമ്പം ടൈം കിട്ടില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വെറുതെ നിൽക്കുമ്പോൾ ലൈക്ക് കുക്ക് ചെയ്യുമ്പം കുറച്ച് ടൈം അങ്ങനെ പോയി കിട്ടും. കുക്കിംഗ് എന്ന് പറയുന്നു, അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നുമില്ല, ചെറിയൊരു ഓംലെറ്റ്. അപ്പം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം.